ഹായ് ഹലോ വെൽക്കം ടു അവർ സ്പെഷ്യൽ. ഇന്ന് നമ്മളൊരു ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ സവോള ഒരു 3 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഒരു 3 പച്ചമുളക് ഇത്രയും തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സവോള, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ചെറുതായിട്ട് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ പീസുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ പീസ് നമ്മളൊന്ന് കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വഴണ്ട് വരണ്ട, നമ്മൾ ജസ്റ്റ് ഒരു വൈറ്റ് കളറിലാകുന്ന പോലെ മാത്രം വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, വീട്ടിൽ പൊടിച്ചെടുത്ത കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് വേവാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ ഇത് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. വെള്ളമൊക്കെ പറ്റിയിട്ട് ചിക്കനിലുള്ള വെള്ളവും കൂടെയൊക്കെ പറ്റി അങ്ങനെ കുറച്ചൊരു നല്ല റോസ്റ്റ് പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ഒരു സവോള കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ സവോള ഒന്ന് വഴറ്റിയിട്ട് പിന്നെ ഞാൻ കുറച്ച് കടുക് വറുത്തിട്ട് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ആയിട്ട് ഒന്ന് കടുക് വറുത്തത് കൂടി ഇതിലേക്ക് താളിച്ചിടുന്നുണ്ടായിരുന്നു. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. താങ്ക് യു, ബൈ ബൈ.